ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 40-ാമത്തെ വാക്യം, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഇതിൻ്റെ സാരാംശം വേർപാട് പാലിക്കുക എന്നതാകുന്നു. ഏതെങ്കിലും ഒന്നിൽ നിന്നും അല്ലെങ്കിൽ വേണ്ടാത്തതിൽ നിന്ന് തികച്ചും ഒഴിഞ്ഞിരിക്കുന്നതിനെ വേർപാടെന്ന് പറയുന്നല്ലോ. അതുപോലെ സ്നാനപ്പെട്ട ഒരാൾ ഒരിക്കലും വിശ്വാസ സ്നാനം അംഗീകരിക്കാത്ത ഒരു സംഘത്തിൽ പോയി ആരാധിക്കാൻ പാടില്ല. ആ ശിശുസ്നാനം എന്ന ദുരുപദേശത്തിൽ നിന്നും തികച്ചും വേർപാട് പാലിച്ച് സ്നാനപ്പെട്ടവരുടെ കൂടെ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ എന്നുള്ള കാര്യവും ഈ തിരുവചനത്തെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം. വചനവിരുദ്ധമായ സകലത്തിൽ നിന്നും വേർപാട് പാലിക്കേണ്ടതാകുന്നു. എന്നാൽ സുവിശേഷം പറയാൻ എവിടെയും പോകാം, അതിനിപ്പം ഇതൊന്നും വേണമെന്നില്ല. ഈ ആത്മീക ശുശ്രൂഷയുടെ നമ്മൾ അതിൻ്റെ ഭാഗമാകുന്നെങ്കിലും സുവിശേഷം പറയുന്നതും ആത്മീയ ആരാധനയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. വേർപാടെന്ന് പറയുന്നത് പുതിയ നിയമസഭയുടെ ഉപദേശങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാകും. അതിനെ നിസ്സാരമായി കാണരുത്. പല വിധത്തിലുള്ള വേർപാട് പാലിക്കണം. വേർപാട് ദൈവസന്നിധിയിൽ പാലിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്തെല്ലാം വേർപാടാണ് പാലിക്കേണ്ടത്? ഒന്ന്, പാപത്തിൽ നമുക്ക് വേർപാട് പാലിക്കാൻ പറ്റണം. പാപമാണെന്നും തെറ്റാണെന്നും ദൈവവചന വിരുദ്ധമാണെന്നും ബോധ്യപ്പെട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചത് ഒരിക്കലും ജീവിതത്തിൽ ആവർത്തിക്കരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. വ്യക്തിപരമായ പാപങ്ങളിൽ നിന്നും വേർപാട് പാലിക്കണം. വ്യക്തിപരമായ പ്രയാസങ്ങളൊക്കെ വരാമല്ലോ. സകല പാപ സ്വഭാവത്തിൽ നിന്നും വേർപാട് പാലിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് കണ്ടുണരാനാണ് ഈ വചനധ്യാനം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്നത്. പാപികളിൽ നിന്നുള്ളൊരു വേർപാട് നമുക്ക് വേണം. പാപങ്ങളും മ്ലേച്ഛതകളും ദുശീലങ്ങളും ദുർനടപ്പുകളും ദൈവവചന വിരുദ്ധമായ ദുരുപദേശങ്ങളും ദുരാദായങ്ങളും ജീവിതത്തിൽ കാണുന്നവരിൽ നിന്നും എന്ത് ചെയ്യണം? നാം വേർപാട് പാലിക്കണം. അവരുമായി യാതൊരു ആത്മീയ കൂട്ടായ്മയും ഒരിക്കലും പാടില്ലാത്തതുമാകുന്നു. അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സഹകരിച്ചിരിക്കാവുന്ന ആൾക്കാരായിരുന്നല്ലോ. നമ്മുടെ കൂട്ടുകാരായിരിക്കാം, ചില സ്മോക്കിങ്ങൊക്കെ ഉള്ളവരായിരിക്കാം, മദ്യപാനമുള്ളവരായിരിക്കാം. അപ്പം അവരിൽ നിന്നും രക്ഷിക്കപ്പെട്ട ശേഷം നാം വേർപാട് പാലിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവ പൈതലായ ശേഷം വീണ്ടും അവരുമായി സഹകരിപ്പാൻ നാം വിട്ടുകളഞ്ഞ പല പാപങ്ങളും അവരുമായുള്ള കൂട്ടുകെട്ടിനാലൊക്കെ ചിലപ്പോൾ ഒരു പക വലിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രലോഭിപ്പിക്കും. ഒരു പക അടിക്ക് എന്ന് പറഞ്ഞ് പ്രലോഭിക്കും. അങ്ങനെ പ്രലോഭിപ്പിക്കുന്ന വിധത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയാണ് പാപം. പാപത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വേർപാട് പാലിക്കണം. അങ്ങനെ വേർപാട് പാലിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അനുഗ്രഹിക്കപ്പെടണം. നാം വിട്ടുകളഞ്ഞ പല പാപങ്ങൾ അവരുമായുള്ള കൂട്ടുകെട്ടിനാൽ ചിലപ്പോൾ അത് സന്ദർഭ അഭികാമികമായി ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ അവരോട് യാതൊരു സഹകരണവും പാടില്ല എന്നല്ല. കാണുമ്പോൾ ഹായും പിന്നെ ബായും പറഞ്ഞ് നമ്മൾ അവരിൽ നിന്ന് രക്ഷപ്പെടണം. തിരക്കുണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടണം. അങ്ങനെ പ്രാർത്ഥനാ മുറിയിൽ കയറി പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കോട്ടം വരുന്നത് യാതൊന്നും വരരുതെന്ന് മാത്രം ദൈവസന്നിധിയിൽ ആത്മഭാരത്തോടു കൂടിയ ക്രിസ്തുവിൻ്റെ സ്നേഹവും സുവിശേഷവും നാം അവരുമായി പങ്കിടണം. അപ്പോൾ തന്നെ അവരുടെ യാതൊരു പാപവിഷയത്തിലും നാം ഓഹരിക്കാകരുത്.
അവരുടെ ഇടയിൽ നിന്നും വേർപെട്ടിരിപ്പീൻ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വചനം അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.